ജിലോക്കോസ്, ഒറ്റ മിനിറ്റിൽ ദയവായി താങ്കളുടെ മറുപടി ചുരുക്കണം. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നിനും കീഴ്പ്പെടുന്നില്ല എന്നതിന്റെ തെളിവായി ഇതൊക്കെ മാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ BJP നേതാക്കൾ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് എന്താണ്? ഈ 102 സീറ്റ് ഡീലാണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഒരു ഡീൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി നടത്താൻ സാധിക്കുമെന്നത് പറയാതെ പറയുകയാണോ അദ്ദേഹം? അല്ല, ഇവര് കാലങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് ആരോപിക്കുന്ന ഒരു ആരോപണമല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡീലിന് വിധേയമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വമായിരുന്നുള്ളവരും. അതുകൊണ്ടാണ് വി മുരളീധരൻ തിരിച്ചു ചോദിച്ചത്. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ രസകരമായ രീതിയിലുള്ള ഒരു അനുഭവം നമുക്കില്ലേ? അതായത് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ മൊത്തമായിട്ട് കോൺഗ്രസിനെ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് BJPയുടെ ലക്ഷ്യം അതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എന്താ പറയാനുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുകയും EVM-കളുടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നൊന്നും ഇവരെ ആരോപിക്കുകയും ചെയ്യുന്നത് വസ്തുതയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇവരെ അങ്ങ് തുടച്ചു നീക്കാമായിരുന്നില്ല. ഞങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക, ഇവർ തമ്മിലാണ് ഇപ്പൊ യുദ്ധം നടത്തുകൊണ്ടിരിക്കുക. കാരണം എന്തുകൊണ്ടാ? ഇവർക്ക് BJPയെ കുറിച്ച് ഇപ്പൊ ഈ ചർച്ചയിൽ ഒരു പരാതിയും പറയാനില്ല. കാരണം ഇവർ കഴിഞ്ഞ 9-10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ അട്ടിമറി എന്ന് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഇവർ വിഴുങ്ങി ഇവർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു വാചകം പറയാനുള്ള അവസരം തന്നെ ഞാൻ നിർത്തിക്കോളാം. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിൻഡോ പറഞ്ഞ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ ചോദ്യത്തിന് മറുപടിയായിട്ട് തുടക്കത്തിൽ പറഞ്ഞല്ല, ഈ രക്തൻ കേൽക്കറെ ഞങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ആക്ഷേപമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആക്ഷേപമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ എത്രയോ IAS ഉന്നത അല്ലെങ്കിൽ സീനിയോറിറ്റി ഉള്ള സീനിയേഴ്സ് ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ ആക്ഷേപമുള്ള ഒരു ഉദ്യോഗസ്ഥരെ തന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? അത് കീ പോസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട്. അതിനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബംഗാളിലെ ആരോപണം നിങ്ങളുടെ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നില്ല? അപ്പൊ അദ്ദേഹം കൂടെ അറിയാതെ കൊണ്ട് എങ്ങനെയാണ് BD സതീശൻ ഈ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്? ഇത് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും തെറ്റായി ഉദ്ധരിക്കുന്നില്ല. ചെറിയ മറുപടി മാത്രം ജിൻഡോ. ജിൻഡോ, എന്റെ ഒരു സംശയമാണ്, ഇവിടെ ഇപ്പോൾ ഒരുപാട് തവണ കേട്ടതുകൊണ്ടാണ്. ഒരു മിനിറ്റ് ശ്രീ റജിലോക്കോസ്. ജിൻഡോ, ഈ AICC പറഞ്ഞ കൂളിംഗ് ഓഫ് ടൈം എന്താണ് ജിൻഡോ? അതൊന്ന് പറയാമോ? അല്ല, നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റ് അപ്പോയിന്റ്മെന്റുകളിലേക്ക് വരുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചട്ടം, അതായത് പെരുമാറ്റച്ചട്ടം പിൻവലിക്കപ്പെടണം, ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കാതിരിക്കുക ചെയ്യുന്നുണ്ടോ? ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രോസസ് ഓൺഗോയിങ് ആണോ? അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ശരി. അപ്പോൾ ആ പെരുമാറ്റച്ചട്ടം മാത്രമാണല്ലേ AICCയുടെ കൂളിംഗ് ഓഫ് ടൈം? ഓക്കെ, എനിക്ക് അതിൽ ഒരു ക്ലാരിറ്റി കൂടെ ഉണ്ടായിരുന്നു. ജിൻഡോ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് വിശ്വാസത്തിൽ എടുക്കുന്നു. സജീവൻ സാർ ഒന്ന് പറഞ്ഞു. ശ്രീ റജിലോക്കോസ്, ക്ഷമിക്കണം, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. വേഗം പറയൂ. രമേശ് ചെന്നിത്തല 2 പത്രസമ്മേളനത്തിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുഖ്യ ഓഫീസറെ കുറിച്ച് പരാതി നൽകിയ അദ്ദേഹം 24 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് വിശുദ്ധനായത്? നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചോട്ടെ, സമയപരിമിതി ഉണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും ചെറിയൊരു അഭിപ്രായം പറയാനുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് വന്നതിനെ കുറിച്ചിട്ടാണ് ഞങ്ങളുടെ ആക്ഷേപം. നിങ്ങൾ പറയുന്നത് എന്താ? രമേശ് ചെന്നിത്തല ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഇപ്പൊ രണ്ടാമത് നമ്മളെ കേട്ട രമേശ് ചെന്നിത്തല പറയുന്നത് അന്വേഷണം വേണമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ടുള്ളതാണ്. അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ഇങ്ങനെ സ്ഥാനത്തേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിക്കും. ആ സംശയമാണ് ഇവിടെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ശരി സർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.